നടരാജാ, നീ ഇങ്ങോട്ട് വാ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ പോര്, ഇങ്ങോട്ട് പോര് കേട്ടാ. തക്കിളിയെ എന്തോ സോക്സ് എവിടെയടി കഴുകാനുള്ളത്? ആ അതവിടെ തറയിട്ടിട്ടുണ്ടമ്മ. നിന്നോട് പറഞ്ഞിട്ടില്ലേ? തറയിലിരുന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ ആ കൊട്ട വെച്ചേക്കണ എന്തിനാ? മുഷിഞ്ഞ തുണി ഇടാനല്ലേ? ഭയങ്കര സ്മെല്ല്, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് ചോദിച്ചു. തന്നെ കഴിക്കിട്ടോ. അമ്മ എന്താ അമ്മ തടസ്സം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തടസ്സം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്താണെന്ന് അറിയട്ടെ, എല്ലാ കാര്യത്തിലും തടസ്സമാണ്. ഒരു കാര്യം നടക്കും. അല്ലതേ, ഇച്ചിരി പൈസ വരാനുണ്ടായിരുന്നേ. അപ്പം അത് ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോഴേക്കിപ്പം വിളിച്ചവൻ പറയണത് അത് ഇനിയും വൈകും, കുറച്ചുകൂടെ വൈകുമെന്ന്. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ പാർട്ടി ഓഫീസിൽ ഇരുന്ന് നമ്മുടെ വീക്കിലിയിൽ ജാതകം വായിച്ചു. അപ്പോൾ എൻ്റെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ശരിയാ. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, പിന്നെ അലച്ചില്, ഉദര വൈഷമ്യം എല്ലാം ഉണ്ട്. ആ അത് നോണം. ലാസ്റ്റ് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഉദരവൈഷമ്യം എവിടെ? 3-4 നേരം ഇവിടെ നിന്ന് വെട്ടി ഒഴുങ്ങണ്ടല്ലോ. ഓ പിന്നെ ഇവിടെ പറയാനായിട്ട് ഇവിടെ വിഭവ സമൃദ്ധമായിട്ട് മേശപ്പുറത്ത് നിന്നെ കഞ്ഞിയല്ലേ, അതും കുടിച്ച് മര്യാദയ്ക്ക് ഞാൻ ഇവിടെ കിടപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് കഞ്ഞി ആയാലെന്താ, ബിരിയാണി ആയാലെന്താ, ചമ്മന്തി ആയാലെന്താ, ഒന്നും പ്രശ്നമല്ലല്ലോ. അതെ, പിന്നെ നിനക്ക് വരാനുള്ളതിൽ വന്നതിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അയ്യോ, എനിക്ക് ക്ലീറ്റോനെ പോലെ വരാനില്ലല്ലോ. വന്നതിലെല്ലാം തീർന്നു, ഇനി വരണം. ക്ലീറ്റോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഈ തുണി കിട്ടുന്നത് തയ്ച്ചിട്ട് വേണം എന്തെങ്കിലും കിട്ടാൻ, അല്ലെങ്കിൽ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണം. അല്ലാതെ എനിക്ക് നോട്ട് അടിക്കണ പണിയില്ല. ശരി, നിന്റെ കഥ ഞാൻ നിന്റെ അടുത്ത് കാശ് ചോദിച്ചില്ല. പ്രശ്നം തീർന്നല്ല. നീ ഇനി പുരാണമൊന്നും പറയാൻ നിൽക്കണ്ട. നീ നിന്റെ ജോലി നേരം പോലെയാ. നിന്റെ കയ്യിലുണ്ടോ? നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലോടുന്നോ? ഒരു 500 രൂപയല്ലേ ചോദിച്ചോളൂ. അതാ പറഞ്ഞത്, എന്റെ കയ്യിലില്ല. ഇനി മുതൽ എന്നോട് ചോദിക്കണ്ട. കർത്താവ് എവിടെയൊക്കെ വല്ല ലക്ഷങ്ങളും ഉണ്ടായിരുന്നെങ്കിലല്ലോ. ചേച്ചി കിട്ടിയേച്ചി പൈസ കിട്ടേടി. പൈസ വാങ്ങിക്കാൻ നല്ല മെണുക്കുണ്ടല്ലോടി. എന്റെ ബ്ലൗസ് ശരിയല്ലടി തച്ചത്. ഞാൻ തന്ന അളവിനല്ലേ നീ തച്ചത്. 3 ബ്ലൗസും പാകം. 3 ബ്ലൗസും പാകമില്ലടി. എന്താ ഇവിടെയൊക്കെ ചുളുങ്ങി വലിഞ്ഞിരിക്കുന്നടി. അയ്യോ, അങ്ങനെ മോള് പറയുന്നു നിങ്ങള് നല്ല ഫാഷനിലോട്ട് തയ്ക്കാത്തത് എവിടെയാ കൊണ്ടു കൊടുത്തെന്ന് എന്നെ വഴക്ക് പറയുന്നു മോളെ. അയ്യോ, എന്താടി ഇങ്ങനെ തച്ചത്? സോറി ചേച്ചി. ഇനി ഉള്ളതെങ്കിലും നല്ലതാ തച്ച് തരുവോ? അന്ന് ഒരു കാര്യം ചെയ്തോ ചേച്ചി, വൈകുന്നേരം മറ്റേ ബ്ലൗസ് ഇല്ലേ, ഇപ്പൊ ഞാൻ തയ്ച്ചു തന്നത് 3 ഇല്ലേ, അതും കൊണ്ട് ഇങ്ങ് വാ, കൊണ്ടുവരട്ടാ. അപ്പൊ എനിക്കൊന്ന് ഇട്ട് കാണണം, എന്താ കുഴപ്പമെന്നുള്ളത് മനസ്സിലാവുമല്ലോ. തച്ചു തരുമല്ലോ. അപ്പൊ ഞാൻ അതും കൂടി ശരിയാക്കി തരാം. എന്നാ ശരി കേട്ടോ, വലിയ ഭാരം പൈസ തന്നതില്ല. ശരി ചേച്ചി. ചേച്ചി ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതിയേ. ശരി. ഈ ജാതകം കേട്ടോ, അത് ഈ ഫലഫലം ഉണ്ടല്ലോ, കറക്റ്റാണ്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഉച്ച കഴിയുമ്പോൾ തടസ്സം മാറുമെന്ന്. ഇപ്പൊ തടസ്സം മാറിയോ? എന്ത്? ഓ, കാശ് വന്ന് കൃത്യം 500 രൂപ തന്നെ വന്നു. വൈകുന്നേരം എടുക്കാം. അതെ, ചിട്ടിക്കാരൻ വരും, അങ്ങോട്ട് കൊടുക്കണം. ചിട്ടിക്കാരൻ വരുമ്പോഴേ ജനൽ വിളിച്ച് കഥവ് കടച്ചിട്ട് വിളിക്കുമ്പോൾ വിളി കേൾക്കാതെ മിണ്ടാതിരുന്നാൽ മതി. ഇത് ഞാൻ പൈസയിലെങ്ങനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഇപ്പൊ ചേച്ചിയുടെ കൈയും കാലും പിടിച്ചും കൂടെ കൊണ്ടുതരാൻ പറഞ്ഞിട്ട് വന്നതാ. അത് ഇപ്പൊ തയ്ച്ചിപ്പോഴും കഴിഞ്ഞിട്ടില്ല. നീ കൊണ്ടുപോ, നിന്റെ പൈസ ആർക്ക് വേണം? അങ്ങനെ പറയരുത് ക്ലീറ്റോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് വേണ്ട 500 രൂപ. പ്രശ്നം തീർന്നല്ല. തരില്ല, അല്ലെങ്കിൽ വേണമെങ്കിലും തരില്ല. എനിക്ക് വേണ്ട. അയ്യോ, എവിടെ കൊണ്ടൊന്ന് വെക്കണ്ടെന്നുള്ള എനിക്കറിയാം. ലോകം അവസാനിക്കുന്ന വിചാരം. ലോകം അവസാനിക്കണതിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ പൈസക്ക് അതിന്റേതായ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കണ്ണി കണ്ട ആവശ്യം ഉണ്ടാവും. നിന്റെ പൈസ എനിക്ക് വേണ്ട. പിന്നെ എന്തിനാ നീ ചോദിക്കാൻ നിൽക്കണേ? എന്ത് സംശയം നിനക്ക്? നീ നേരത്തെ എന്താ സംശയം ചോദിച്ചല്ലേ? അത് മാത്സിലായിരുന്നു. അത് ഞാൻ വേറെ സംശയം ഞാൻ ചോദിക്കട്ടെ. തക്കളിരുന്ന് പഠിക്കണ്ട നീ? പഠിക്കുന്ന അതെ, കൊച്ചിനെയും പഠിപ്പിക്കാൻ സമ്മതിക്കൂല. ചേച്ചി, ചിട്ടി പൈസ. ചിട്ടി പൈസ. ഏത് ചിട്ടി പൈസ? ചിട്ടി പൈസ, ഈ മാസത്തെ ചിട്ടി പൈസ. അതിന് നിന്നെ ഞാൻ ഇപ്പഴാണല്ലോ കാണുന്നത്. നീ അല്ലല്ലോ വരാറ്, വേറെ ചെറുക്കനാണല്ലോ. അവനൊക്കെ പോയി. എടാ, നീ ആ കോഴിക്കോട് പണിയാൻ വന്ന ചെറുക്കനല്ലേ മരപ്പണിക്കാരൻ? അത് തന്നെ, പക്ഷെ ആ ജോലി മാത്രം ചെയ്താൽ പറ്റുമോ ചേച്ചി? ഇപ്പൊ ഈ ജോലിയാണ് ചെയ്യുന്നത്. എന്നപ്പോ നിക്ക്. 1000 രൂപയാണേ. 1000 രൂപ 500 രൂപ ഉള്ളു. അതെന്താ ചേച്ചി? അപ്പൊ കഴിഞ്ഞ മാസത്തെ ആര് വരും? ഈ മാസത്തെ ആര് വരും? കഴിഞ്ഞ മാസത്തെയാണ് 500 രൂപ ഇപ്പൊ തന്നത്. ഈ മാസത്തെ പൈസ ഈ മാസം ലാസ്റ്റ് തരാം.
ഇതിനകത്ത് തന്നെയാണല്ലോ വെച്ചത്. ക്ലീറ്റോ, ക്ലീറ്റോ, ക്ലീറ്റോ. Alien versus Alien.